ക്രീമും പാലും ഒന്നും ചേർക്കാതെ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ബ്രൊക്കോളി സൂപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 5 കാഷ്യൂവും 5 ബദാമും ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രൊക്കോളിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് അത്ര സ്വീകാര്യത ഇല്ലെങ്കിലും ഇതൊരു സൂപ്പർ ഫുഡാണ്. റിച്ച് ഇൻ ന്യൂട്രിയൻസ്, ലോ ഇൻ കാലറി, ഹൈ ഇൻ ഫൈബർ, അങ്ങനെ ഒരുപാട് വിശേഷതകളുള്ള ഈ ബ്രൊക്കോളി വെച്ച് നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് വലിയ വിലയാണെങ്കിലും തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് വിലക്കുറവാണ്. അപ്പോൾ ഒരു ട്രിപ്പ് പോയപ്പോൾ വാങ്ങിയതാണ്, പക്ഷെ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് ഇത് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ടൈം കിട്ടിയത്. ഒരു പകുതി പോർഷൻ ബ്രൊക്കോളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബ്രൊക്കോളിയുടെ സ്റ്റെംസ് നമ്മൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. അതിൻ്റെ ആ ഔട്ടർ സ്കിൻ ഒന്ന് പീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെമ്മും യൂസ് ചെയ്യാം. അങ്ങനെ ബ്രൊക്കോളിയുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു പകുതി സവാളയും. ഇത് രണ്ടും ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പകുതി ക്യാരറ്റും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആകെ ബ്രൊക്കോളി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സിൻ്റെ ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം യൂസ് ചെയ്താലും മതി. ആദ്യം വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രൊക്കോളി ആഡ് ചെയ്യേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ബ്രൊക്കോളി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു നേരത്തെ മീലായിട്ട് നമുക്ക് ഈ സൂപ്പ് യൂസ് ചെയ്യാം. ബ്രൊക്കോളി ആഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ബ്രൊക്കോളി ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 8-10 മിനിറ്റ് നമുക്ക് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബ്രൊക്കോളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇടയ്ക്ക് 1-2 തവണ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രൊക്കോളിയുടെ സ്റ്റെമ്മോ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. വീണ്ടും ആ സെയിം പാൻ ചൂടാക്കിയിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറ് ഒന്നും കൂടെ കഴുകി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയുടെ അനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ ചേർക്കുന്നതാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അത് നമ്മുടെ ജാതിക്ക പൊടിച്ചതാണ്, അതായത് നട്ട്മെഗ് പൗഡർ. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏറ്റവും ലാസ്റ്റ് ഒരല്പം ബട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, എന്നാൽ നല്ല ക്രീമിയും ടേസ്റ്റിയാണ്. ബ്രൊക്കോളി ഇഷ്ടമില്ലാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.